വയനാടിനായി സംസാരിച്ച കനിമൊഴിയോട് ഗോഷ്ടി കാണിച്ച് സുരേഷ് ഗോപി. ഇതിനല്ല ജയിപ്പിച്ചു വിട്ടതെന്ന് ജനങ്ങൾ. കേരളത്തിന് ബാധ്യതയായി കേന്ദ്രമന്ത്രി. മുണ്ടക്കൈയിലും ചൂരൽമലയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ സഹസ്രകോടികളുടെ നഷ്ടമുണ്ടായിട്ടും കേരളത്തിന് 1 രൂപ പോലും സഹായം നൽകാത്ത കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം വ്യാപകമാകുകയാണ്. കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ സഭയ്ക്കകത്തും പുറത്തും വയനാടിനായി പ്രതിഷേധം അറിയിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള DMK MP കനിമൊഴിയും കേരളത്തിനായി പാർലമെന്റിൽ ശബ്ദമുയർത്തി. തമിഴ്നാടിനെ കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധത്തിൽ വലയ്ക്കുകയാണെന്ന ആരോപണം സഭയിൽ നടത്തുന്നതിനിടെ കനിമൊഴി കേരളത്തെക്കുറിച്ചും പരാമർശിച്ചു. തമിഴ്നാടിന്റെ അതേ അവസ്ഥ തന്നെയാണ് കേരളത്തിനുമെന്നായിരുന്നു കനിമൊഴിയുടെ പരാമർശം. ഇത് കേട്ടതും മറുവശത്തിരിക്കുകയായിരുന്ന സുരേഷ് ഗോപി കൈമലർത്തി ഗോഷ്ടി കാണിക്കുകയായിരുന്നു. സുരേഷ് ഗോപിയുടെ പരിഹാസത്തിന് ഉടനടി മറുപടി നൽകാനും കനിമൊഴി മടിച്ചില്ല. അതെ സാർ, നിങ്ങളിപ്പോഴും 2 കൈയും മലർത്തി കാണിച്ചില്ലേ? അതുപോലെയാണ് കേന്ദ്ര സർക്കാരും ഞങ്ങളെ നോക്കി കൈമലർത്തുകയാണെന്ന് കനിമൊഴിയുടെ പ്രതികരണം. BJP ഇതര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ നടത്തുന്ന സാമ്പത്തിക ഉപരോധത്തിൽ കനിമൊഴി ശക്തമായി പ്രതികരിച്ചു. സുരേഷ് ഗോപിയുടെ ഗോഷ്ടി ഇതിനകം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കഴിഞ്ഞു. കേന്ദ്രമന്ത്രി മലയാളികൾക്ക് ബാധ്യതയാണെന്നും സ്വന്തം നാടിന് പാരവയ്ക്കുകയുമാണെന്നുമാണ് ഒരു വിഭാഗം പ്രതികരിച്ചത്. കേരളത്തിന് അർഹതപ്പെട്ടത് നേടിക്കൊടുക്കാതെ പാർലമെന്റിലിരുന്ന് ഗോഷ്ടി കാണിക്കുന്നത് നാണക്കേടാണെന്നും ചിലർ കുറ്റപ്പെടുത്തി.